ആകാശ് നിത്യയെയും സൂരജിനെയും ലക്ഷ്മിയെയും വീട്ടിലാക്കി നേരെ ആദിയുടെ അടുത്തേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ തന്നെ നിത്യയും അവൻ്റെ കൈക്ക് പിടിച്ചു പുറത്തിറങ്ങി കാറിൽ ചാടിക്കയറി. നീയും വരുന്നുണ്ടോ എൻ്റെ കൂടെ? അവൻ ചോദിച്ചു. അവൾ മൂളി. ഞാൻ ഓരോ കാര്യങ്ങൾക്ക് പോവും, അപ്പോഴൊക്കെ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും, അവൻ മുന്നറിയിപ്പ് നൽകി. സാരമില്ല, അവൾ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ നിത്യയും അവൻ്റെ കൂടെ ആദിയുടെ അടുത്തേക്ക് പോയി. ആകാശിനെ കണ്ടു ആദി മുഖം തിരിച്ചു. അവനെ മൈൻഡ് ചെയ്തതേയില്ല. ആകാശിന് കാര്യം മനസ്സിലായി. ചെറുപ്പം തൊട്ടേ തങ്ങൾ എപ്പോഴും ഒന്നിച്ചായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം അകന്നു കഴിയേണ്ടി വന്നു. അതിൻ്റെ പരിഭവമാണ്. ആകാശ് ആദിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ആദി കുതറി മാറി. അതു കണ്ട് നിത്യ ആദിയുടെ കയ്യിൽ തൂങ്ങി. ആദിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണ് നിറയുകയും ചെയ്തു. തൻ്റെ പിങ്കിമോളെ പോലെ അവൻ നിത്യയെ ചേർത്ത് പിടിച്ചു. നിത്യയ്ക്ക് അപരിചിതത്വമൊന്നും തോന്നിയില്ല. അതേ ആദിയേട്ടാ, പിന്നെയുണ്ടല്ലോ, എൻ്റെ പരീക്ഷ ഇന്ന് കഴിഞ്ഞു. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാറിലാണ് വന്നത്. പിന്നെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയി, അത് തയ്ക്കാൻ കൊടുത്തു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഇറങ്ങി. ഞാൻ കാറിൽ ചാടി കയറി ഇങ്ങ് പോന്നു. അവൾ വാ തോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആദി ചോദിച്ചു. വെരി ഈസി. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അക്കുവേട്ടൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. എപ്പോഴും പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പുലർച്ചെ 4 മണിക്ക് ഉണർത്തുകയും ചെയ്യും. എനിക്ക് കുറേ ദിവസത്തെ ഉറക്കമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസം ഒറ്റ കിടപ്പിന് ഉറങ്ങും. ഷുവർ, അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു. ആദി ചിരിച്ചുപോയി. മോള് പോയി കുറച്ചു നേരം കിടന്നു. ആദ്യ റൂം കാണിച്ചു കൊടുത്തു. അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ ഒക്കെ കാണണം, നിത്യ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ആദി ആകാശിനെ നോക്കി. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. കൊച്ചുകുട്ടികളെ പോലെയാ. എപ്പോഴും ഞാൻ വേണം. എൻ്റെ കയ്യിൽ തൂങ്ങിയ നടപ്പ്. എങ്ങോട്ടൊന്ന് മാറാൻ പോലും സമ്മതിക്കില്ല. ആകാശ് പറഞ്ഞു. മനസ്സിലായി, ആദി അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. അവർ പിന്നെ കല്യാണത്തിൻ്റെ തിരക്കിലേക്ക് കടന്നു. എല്ലാം ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇനി വണ്ടി ഏൽപ്പിച്ചാൽ മാത്രം മതി. ആദി പറഞ്ഞു. വണ്ടി വേറെ ഏൽപ്പിക്കേണ്ട, നിൻ്റെ കാറുണ്ട്, എൻ്റെയും സൂരജ് അച്ഛൻ്റെ ഇന്നോവയുമുണ്ട്, അത് മതി. ആദി മൂളി. എല്ലാവർക്കും ക്ഷണം ഓഡിറ്റോറിയത്തിലേക്കാണ്. എല്ലാവരും അങ്ങോട്ട് വന്നോളൂ, ആകാശ് പറഞ്ഞു. ആദി മൂളി. ചർച്ച ചെയ്തു സമയം പോയതറിഞ്ഞില്ല. നിത്യയെ നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. ആകാശും ആദിയും റൂമിലൊക്കെ അവളെ തിരഞ്ഞു. അയ്യോ എൻ്റെ കൊച്ച് പറഞ്ഞുകൊണ്ട് ആകാശ് വീടിന് വലം വെച്ചു. ആദിയും അവളെ കണ്ടില്ല. ആകാശ് ടെൻഷനോടെ നെഞ്ചു തിരുമ്മി. ആദിയും പേടിച്ചു. അറിയാത്ത സ്ഥലമാണ്. വീടിൻ്റെ മുകളിൽ നിന്ന് സൗണ്ട് കേട്ടപ്പോൾ ആദിയും ആകാശും അങ്ങോട്ട് ഓടിക്കേറി. അവിടെ ഉണ്ടായിരുന്നു നിത്യയും അപ്പുവും ചക്കിയും. കവിത പഴുത്ത ഇലകളൊക്കെ പറിച്ചു മാറ്റുന്നുണ്ട്. നിത്യ ഹോസ് ഉപയോഗിച്ച് നനയ്ക്കുന്നുമുണ്ട്. അത് കാരണം അവൾ അധികവും നനഞ്ഞിരുന്നു. അവളെ കണ്ടതും ആകാശ് ആശ്വാസത്തോടെ ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ആദി അവൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു, ആശ്വസിപ്പിക്കുന്ന പോലെ. കാരണം ആകാശ് എത്രത്തോളം പേടിച്ചു എന്ന് അവനറിയാം. ഇവിടെ എന്താ പണി? അങ്ങോട്ട് ചെന്ന് ആകാശ് ചോദിച്ചു. ചേച്ചി കൃഷി നനയ്ക്കുക, അപ്പു പറഞ്ഞു. ഈ ചേച്ചിക്ക് നനയ്ക്കാൻ അറിയില്ല, ചക്കിയും പറഞ്ഞു. അത് ശരിയായിരുന്നു, അവളുടെ മുടി വരെ നനഞ്ഞിട്ടുണ്ട്. ആകാശ് നിത്യയെ കൂട്ടി തിരിച്ചിറങ്ങി. അവൾ പോകുന്ന വഴി കുട്ടികൾക്ക് ടാറ്റയും കൊടുത്തു. പിന്നാലെ ആദിയും താഴേക്കിറങ്ങി. ആകാശ് ഒരു തോർത്തെടുത്ത് അവളുടെ മുടി തോർത്തി കൊടുത്തു. പിന്നെ ചീകി ക്ലിപ്പിട്ട് കൊടുത്തു. ആദി എല്ലാം കണ്ടു നിന്നു. തൻ്റെ പെങ്ങളെ പോലെ ഒരു കുട്ടി. തൻ്റെ പിങ്കിമോളും ഇതുപോലെയായിരുന്നു. എല്ലാം താൻ ചെയ്തു കൊടുക്കണം. ആദിക്ക് നിത്യയുടെ ഒരു വാത്സല്യം തോന്നി. ആദി, ഞങ്ങൾ പോയിട്ട് നാളെ വരാം, ഈ കുരിപ്പിനെ കൊണ്ടുവരില്ല, ആകാശ് നിത്യയെ നോക്കി പറഞ്ഞു. നിത്യ ഓടി വന്നു ആദിയുടെ മുഖം പിടിച്ചു താഴ്ത്തി ചെവിയിൽ മന്ത്രിച്ചു. ഞാൻ വണ്ടിയിൽ ചാടി കയറി പോരും ട്ടോ, നാളെ കാണാം. നിത്യ ഓടി കാറിൽ കയറി. ആദി ചിരിച്ചുപോയി. എന്താടാ ചിരിക്കുന്നേ? എന്താ അവൾ പറഞ്ഞേ? ആകാശ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അത് സീക്രട്ടാ, പറയാൻ പറ്റില്ല, നിത്യ വിളിച്ചു പറഞ്ഞു. എന്താടാ അവൾ പറഞ്ഞത്? ആകാശ് പിന്നെയും ചോദിച്ചു. ആദി അത് കേൾക്കാത്ത പോലെ അകത്തേക്ക് നടന്നു. ആകാശ് വന്നു കാറിൽ കയറി. അവൻ നിത്യയെ നോക്കിയില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് കാർ വിട്ടു. നിത്യ ചോദിച്ചതിനൊന്നും അവൻ മറുപടി പറഞ്ഞില്ല. നിത്യയ്ക്ക് വിഷമമായി. അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നു. പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു.
ആകാശ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ അതറിഞ്ഞത് കൂടിയില്ല. പോകുന്ന വഴിയിൽ വണ്ടി നിർത്തി അവൻ കുറച്ച് ഫ്രൂട്ട്സും നിത്യയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരവും ഒരു കാഡ്ബറി ചോക്ലേറ്റും വാങ്ങി. ചോക്ലേറ്റ് അവളെ കാണെ ഡാഷ്ബോർഡിൽ വെച്ചു. അവളത് കണ്ടെങ്കിലും മുഖം തിരിച്ചു. അവൻ കാർ സൈഡാക്കി നിർത്തി ചോക്ലേറ്റ് കവർ പൊളിച്ചു അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളെ ചേർത്ത് പിടിച്ച് ചോക്ലേറ്റ് അവളുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. നിത്യ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അത് കഴിച്ചു. സോറി, ആകാശ് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിത്യ കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖം ഉമ്മകൾ കൊണ്ട് മൂടി. കുറച്ചു സമയത്തിന് ശേഷം അവളുടെ കണ്ണിൽ തുടച്ചു കൊടുത്തു. ആകാശ് കാറെടുത്തു. അപ്പോഴേക്കും സമയം 7 മണിയോടടുത്തിരുന്നു. സൂരജും ലക്ഷ്മിയും അവരെ കാത്തിരിക്കുകയായിരുന്നു. വരുമ്പോൾ വാങ്ങിയ ഫ്രൂട്ട്സും പലഹാരവും ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു അവർ റൂമിലേക്ക് പോയി. കുളിച്ച് ഡ്രസ്സ് മാറ്റി ആകാശ് അവളുടെ മുടി തോർത്തി കൊടുത്തു. വെള്ള ടവലിൽ കെട്ടിവച്ചു താഴേക്ക് ഇറങ്ങി വന്നു. ലക്ഷ്മി അപ്പോഴേക്കും ചായ എടുത്തു വച്ചിരുന്നു. നിത്യ അപ്പോഴേക്കും ഓക്കെ ആയിരുന്നു. അവൾ പരീക്ഷയെപ്പറ്റി വാതോരാതെ സംസാരിച്ചു. അച്ഛാ, നാളെ ഞാൻ ആദിയുടെ അടുത്ത് നിൽക്കും. മറ്റന്നാൾ കല്യാണമല്ലേ, അവനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. ഓക്കെ മോനെ. അവനെ ഒറ്റയ്ക്ക് നിർത്തുന്നതിൽ എനിക്കും സങ്കടമുണ്ട്, സൂരജ് പറഞ്ഞു. നിത്യ ഒന്നും മിണ്ടിയില്ല. 8:30-ക്ക് ലക്ഷ്മി ഫുഡ് വിളമ്പി. ചപ്പാത്തിക്ക് മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ആകാശ് അവൾക്ക് ചിക്കനും മട്ടനും എല്ലിൽ നിന്ന് വേർപെടുത്തി കൊടുത്തു. അവനും കഴിച്ചു. ലക്ഷ്മി അവന് പിന്നെയും വിളമ്പി കൊടുത്തു. അവൻ കൈയെടുത്ത് വിലക്കി. നിത്യ അപ്പോഴേക്കും എഴുന്നേറ്റ് പോയിരുന്നു. കാറിൽ നിന്ന് എടുത്തു വച്ച ബാഗുകളിൽ നിന്ന് പുസ്തകങ്ങൾ അവൾ മറ്റൊരു റൂമിലെ ചുവരലമാരയിൽ അടുക്കി വച്ചു. ഡ്രസ്സുകൾ വേറൊരു അലമാരയിലും എടുത്തു വെച്ചു. ആകാശ് അങ്ങോട്ട് വന്നു. വാ കിടക്കാം, ഇന്ന് ലോങ് ഡ്രൈവ് ആയിരുന്നു, നല്ല ക്ഷീണം, അവൻ പറഞ്ഞു. അവൾ മൂളിക്കൊണ്ട് അവനെയും കൂട്ടി തങ്ങളുടെ റൂമിലേക്ക് നടന്നു. പിന്നെ കട്ടിലിൽ കയറി കിടന്നു. ആകാശ് AC ഓൺ ചെയ്തു. ലൈറ്റ് ഓഫാക്കിക്കൊണ്ട് കട്ടിലിലേക്ക് കിടന്നു. പിന്നെ നിത്യയെ തൻ്റെ മേലേക്ക് കിടത്തി. വേണ്ട അക്കുവേട്ട, ഞാൻ കട്ടിലിൽ കിടന്നോളാം, നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ തിരക്കി. നീ എൻ്റെ കൂടെ കിടക്കുമ്പോഴേ എനിക്ക് ഉറക്കം കിട്ടൂ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. നിത്യൊന്നും പറഞ്ഞില്ല. അവൻ്റെ ദേഹത്ത് കിടന്ന് കണ്ണടച്ചു. പിന്നെ അവനെ നോക്കി അവൻ്റെ മീശ പിടിച്ച് വലിച്ചു കൊണ്ട് ചോദിച്ചു. അതെ അക്കുവേട്ട. അവൻ കണ്ണടച്ചു കൊണ്ട് മൂളി. ഞാൻ ഇന്ന് ആദിയേട്ടനോട് പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ അക്കുവേട്ടന്, അവൾ ചോദിച്ചു. വേണ്ട, അവൻ കണ്ണടച്ചു കൊണ്ട് തന്നെ പറഞ്ഞു. എനിക്ക് പറയണം. ഞാൻ പറയും, അവൾ വാശിയോടെ അവൻ്റെ മീശ പിടിച്ചു വലിച്ചു. എനിക്ക് കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഉറങ്ങാൻ നോക്ക്, ആകാശ് അവളുടെ കൈ പിടിച്ചു വെച്ചു കൊണ്ട് പറഞ്ഞു. എന്നാ എനിക്ക് നിങ്ങളുടെ മേൽ കിടക്കണ്ട. ഞാൻ ഇത്രയും കാലം ഒറ്റയ്ക്ക് കിടന്ന ഉറങ്ങിയത്. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നാലും ഉറക്കം കിട്ടും. അവൾ കട്ടിലിൻ്റെ അങ്ങേ സൈഡിലേക്ക് മാറി കമഴ്ന്ന് കിടന്നു. പക്ഷേ അക്കുവേട്ടൻ അങ്ങനെയല്ലല്ലോ. എൻ്റെ സുന്ദരി കുട്ടി എൻ്റെ ദേഹത്ത് കിടക്കാതെ അക്കുവേട്ടൻ ഉറക്കം കിട്ടില്ലടി. അവൻ അവളെ എടുത്തു തൻ്റെ ദേഹത്ത് കിടത്തി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു കൊണ്ട് പറഞ്ഞു. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യല്ലോ, അവൾ മുഖം വീർപ്പിച്ചു. എന്നാ പറഞ്ഞു, അവൻ സമ്മതം നൽകി. അതേ അക്കുവേട്ട, ഞാനേ ആദിയേട്ടനോട് പറഞ്ഞതേ, നാളെ രാവിലെ അക്കുവേട്ടൻ പോകുമ്പോൾ അക്കുവേട്ടൻ കാണാതെ ഞാനും കാറിൽ ഒളിച്ചിരുന്ന് അങ്ങോട്ട് വരുമെന്ന. അവൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. പിന്നെ പറഞ്ഞു, എനിക്ക് തോന്നിയിരുന്നു നീ നാളെ രാവിലെ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുമെന്ന്. ഞാൻ എവിടെ പോകുമ്പോഴും എന്നേക്കാൾ മുന്നേ കാറിൽ ചാടി കയറുന്നവളല്ലേ നീ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളും ചിരിച്ചുപോയി. പിന്നെ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. എന്തു കാര്യമുണ്ടെങ്കിലും തന്നോട് പറയാതെ അവൾക്ക് ഉറക്കം കിട്ടില്ലെന്ന് അവന് മനസ്സിലായിരുന്നു. ആകാശും അന്ന് സമാധാനമായി ഉറങ്ങി. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് ആകാശ് നിത്യയെ തട്ടി വിളിച്ചു. എടി, എഴുന്നേറ്റ് റെഡിയാവ്, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആദിയുടെ അടുത്ത് പോകും. നീ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റോ. അവൾ എഴുന്നേറ്റ് ഉറക്കെ പിച്ചോടെ ബാത്റൂമിലേക്ക് പോയി. അവൾ പല്ലു ബ്രഷ് ചെയ്തു കുളിച്ചു. ഡ്രസ്സ് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോഴാണ് അവൾ ഓർത്തത്, ഡ്രസ്സ് എടുക്കാതെയാണ് കുളിക്കാൻ കയറിയത്. അക്കുവേട്ട, എൻ്റെ ഡ്രസ്സ് എടുത്തു തരുമോ, ഞാൻ മറന്നുപോയി, അവൾ വിളിച്ചു കൂവി. ആകാശ് അത് കേട്ടില്ല. അവൻ അടുത്ത റൂമിൽ കുളിക്കാൻ പോയതായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അവൾ.
എന്നിട്ടും അവനെ കാണാഞ്ഞു. നിത്യ ടവൽ മാറിന് മുകളിൽ വെച്ച് ചുറ്റിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. അലമാരയിൽ നിന്ന് തൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോഴാണ് ആകാശ് കുളിച്ചു മാറ്റി കയറി വരുന്നത്. അവളെ ആ കോലത്തിൽ കണ്ട ആകാശിന് ഒരു കുസൃതി തോന്നി. അവൻ അവളെ വലിച്ചു കിടക്കയിലേക്കിട്ടു. ആ വീഴ്ചയിൽ അവളുടെ ടവൽ അഴിഞ്ഞുപോയി. അതുകൂടിയായതും അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ കാര്യത്തിലേക്ക് കടന്നു. സമയം കടന്നുപോയി. അക്കുവേട്ടാ, ആദിയേട്ടൻ്റെ വീട്ടിൽ പോകണ്ടേ? നിത്യ ചോദിച്ചപ്പോഴാണ് അവന് ആ കാര്യം തന്നെ ഓർമ്മ വന്നത്. ഒന്നുകൂടി മേൽ കഴുകിപ്പോര്. അവൻ അവളെയും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ആദ്യം തന്നെ അവൻ മേൽ കഴുകി പുറത്തിറങ്ങി. നിത്യ ഡോർ അടച്ചു. അപ്പോഴാണ് ഓർത്തത്, ഇനിയും മാറ്റാനുള്ള ഡ്രസ്സ് എടുത്തില്ലല്ലോ. അവൾ അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി മേൽ കഴുകി ഇറങ്ങി. അവളുടെ മുടി നന്നായി തോർത്തി വെള്ള ടവലിൽ കെട്ടി കൊടുക്കുമ്പോൾ അവൻ ചോദിച്ചു, ഇപ്പോൾ വേദനയുണ്ടോ? ഇല്ല. നിത്യ ചമ്മലോടെ മുഖം കുനിച്ചു. ഇനി മുതൽ അങ്ങനെയുള്ള ഡ്രസ്സിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. എൻ്റെ കൺട്രോൾ പോവും, അവൻ പറഞ്ഞു. കാമഭ്രാന്തി, അവൾ പിറുപിറുത്തു. അവനത് വ്യക്തമായി കേട്ടിരുന്നു. അതേടി, നീ എൻ്റെ ഭ്രാന്ത് കാണാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ പരീക്ഷ കഴിയാൻ വേണ്ടി കാത്തു നിന്നതാ ഞാൻ, അവൻ കുസൃതിയോടെ പറഞ്ഞു. അവൾ അവനെ തള്ളിമാറ്റി. ആദിയേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരാൻ നോക്ക് മനുഷ്യ. അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നാലെ ആകാശം. അമ്മേ ചായ, അവൾ വിളിച്ചു കൂവി. ലക്ഷ്മി അവർക്ക് ചായ കൊടുത്തു. അമ്മേ, ഞങ്ങൾ ആദിയേട്ടൻ്റെ വീട്ടിൽ പോകുക. നിങ്ങളങ്ങോട്ട് വരില്ലേ? ആകാശ് ചോദിച്ചു. ആ മോനെ, ഞങ്ങൾ 10 മണിയാവുമ്പോഴേക്കും വരാം. അങ്ങോട്ട് വന്ന സൂരജ് പറഞ്ഞു. ഓക്കെ. അവർ അപ്പോൾ തന്നെ ഇറങ്ങി. ആദിക്കുള്ള ചായയും നിത്യ എടുത്തിരുന്നു. അത് ആകാശാണ് അവളെ ഓർമ്മിപ്പിച്ചത്. അവർ ആദിയുടെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് ചെറിയ പന്തലിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പണിക്കാർ. മുറ്റത്ത് മേശകളും കസേരകളും ഇറക്കി വച്ചിട്ടുണ്ട്. നിത്യ കാറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച ഷോപ്പർ എടുത്തു. മുറ്റത്ത് നിന്നിരുന്ന ആദിയുടെ കയ്യും പിടിച്ച് ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. അവനെ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. അപ്പോഴേക്കും ആകാശ് ഒരു പ്ലേറ്റും ഗ്ലാസും കഴുകിയെടുത്ത് കൊണ്ടുവന്നു. നിത്യ ആദിക്ക് ഇടിയപ്പവും മട്ടൻ സ്റ്റൂവും വിളമ്പിക്കൊടുത്തു. ആദി ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ കണ്ണു തുടച്ചുകൊണ്ട് അത് കഴിച്ചു. ആകാശ് ഫ്ലാസ്കിൽ നിന്ന് ചായയും ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തു. ആദിയെ എഴുന്നേൽക്കാൻ നിത്യ സമ്മതിച്ചില്ല. പിന്നെയും വിളമ്പിക്കൊടുത്തു. ആദി അതും കഴിച്ചു. നിത്യ പിന്നെയും വിളമ്പിക്കൊടുത്തു. ആദി ആകാശിനെ നോക്കി. അവൻ കൈ മലർത്തി. ആദിയേട്ടാ, കഴിക്ക്, അവൾ നിർബന്ധിച്ചു. അവൻ അവളുടെ 2 കൈയും തൻ്റെ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു വെച്ചു കൊണ്ട് അത് പെട്ടെന്ന് കഴിച്ചു. പ്ലേറ്റും കൊണ്ട് എഴുന്നേറ്റു. നിത്യ മുഖം വീർപ്പിച്ചു. അപ്പോഴേക്കും അപ്പവും ചക്കയും കവിതയും വന്നു. കവിത വീടടിച്ചു വാരി തുടച്ചു വൃത്തിയാക്കി. പിന്നെ ചോറിനുള്ള പണി നോക്കി. തന്നെ കൊണ്ട് കഴിയുന്ന പോലെ നിത്യയും സഹായിച്ചു. ആകാശും ആദിയും മറ്റു തിരക്കുകളിലായിരുന്നു. 10 മണിയോടെ സൂരജും ലക്ഷ്മിയും എത്തി. ലക്ഷ്മി കിച്ചണിൽ സഹായിക്കാൻ കൂടി. ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് വിശ്വനും മാലതിയും എത്തിയത്. മാലതി നിത്യയുടെ ആഭരണങ്ങൾ അടങ്ങിയ ബാഗ് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു. ലക്ഷ്മി അത് തങ്ങളുടെ കാറിൽ വെച്ച് ലോക്ക് ചെയ്തു. എല്ലാവരും ഒന്നിച്ച് ഊണ് കഴിച്ചു. ആകാശും നിത്യയും പോയി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് വാങ്ങി. അവൾ ഹൽദിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ആകാശ് തടഞ്ഞു. അവന് അതൊന്നും ഇഷ്ടമല്ല. അവൻ ഇങ്ങനെയുള്ള ചടങ്ങിനൊന്നും നിന്ന് തരില്ല. ആദിയേട്ടൻ സമ്മതിക്കും, നോക്കിക്കോ, ഞാൻ സമ്മതിപ്പിക്കും. ആദിയേട്ടൻ എല്ലാ ചടങ്ങിനും നിന്ന് തരും, നിത്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. വേഗം എന്താണെന്ന് വെച്ചാൽ വാങ്ങൂ, സമയം പോകുന്നു. ആകാശ് തിരക്കുകൂട്ടി. അവൾ സമയം കളയാതെ ആദിക്ക് ഒരു മഞ്ഞ കളർ മുണ്ടും മഞ്ഞ ഷാളും വാങ്ങി. അപ്പുവിനും മഞ്ഞ ഷർട്ടും, ചക്കിക്ക് മഞ്ഞ ഉടുപ്പും, കവിതയ്ക്കും മാലതിക്കും ലക്ഷ്മിക്കും സാരിയും, തനിക്കൊരു ചുരിദാറും, കൃഷ്ണനും അച്ഛന്മാർക്കും ആകാശിനും മഞ്ഞ ഷർട്ടും വാങ്ങി. ആകാശ് ബില്ല് പേ ചെയ്തു. ഹൽദി നിത്യ സീക്രട്ടായി പ്ലാൻ ചെയ്തതാണ്. രാത്രി 7 മണിക്കാണ് ചടങ്ങ് തുടങ്ങുന്നത്. അതിനുവേണ്ടി ആകാശ് ഒരു ഫോട്ടോഗ്രാഫറെയും ഏർപ്പാട് ചെയ്തു. മൂർത്തിയും യമുനയും ആകെ സന്തോഷത്തിലായിരുന്നു. മുറ്റത്ത് അത്യാവശ്യം വലിയ പന്തലിട്ടു. വൈകുന്നേരം 4 മണിക്ക് മുതൽ പാർട്ടിയുണ്ട് വീട്ടിൽ. അവിടെ അടുത്തുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. പാറു ഒരുങ്ങി.
അത്യാവശ്യം ആഭരണങ്ങളും ധരിച്ചു മുറ്റത്ത് തന്നെയുണ്ട്. മൂർത്തിയും യമുനയും എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് ഗേറ്റിലെ സെക്യൂരിറ്റികളെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അവർ കുടുംബസമേതം എത്തിയിട്ടുണ്ട്. ബോഡി ഗാർഡുകൾ വേഷം മാറി പരിസരം നിരീക്ഷിച്ചുകൊണ്ട് അവളുടെ അടുത്ത് തന്നെയുണ്ട്. എല്ലാ ബ്രാഞ്ചിലെയും ഓഫീസിനും ജ്വല്ലറിക്കും 2 ദിവസം അവധി കൊടുത്തിരുന്നു. ഹൽദി വേണ്ടെന്ന് പാറു ആദ്യമേ പറഞ്ഞിരുന്നു. മൂർത്തി എല്ലാം അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. സന്ധ്യയ്ക്ക് നിലവിളക്ക് വച്ച് കഴിഞ്ഞ് 6:30 നിത്യ ആദിക്കുള്ള മഞ്ഞ കളർ ഡ്രസ്സുമെടുത്ത് ആകാശിനെയും കൂട്ടി ആദിയുടെ അടുത്തെത്തി. ആദിയേട്ടാ, ഇതിട്ട് വന്നേ. നിത്യ ആ ഡ്രസ്സ് ആദിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്തിനാ? അവൻ ചോദിച്ചു. ഹൽദിക്ക്, അതായത് മഞ്ഞൾ കല്യാണത്തിന്, അവൾ വ്യക്തമാക്കി. ഇതൊന്നും വേണ്ട, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട, എനിക്കിഷ്ടമല്ല, ആദി കർശനമായി പറഞ്ഞു. നിത്യയുടെ കണ്ണിൽ നിന്ന് വെള്ളം ചാടി. അവൾ കരഞ്ഞുകൊണ്ട് ആകാശിൻ്റെ പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ ചാവിയും എടുത്ത് തിരിഞ്ഞോടി. ഗേറ്റിനരികിൽ പാർക്ക് ചെയ്ത കാറിൽ കയറി കാർ പുറത്തേക്കെടുത്തു. ആകാശും അവളുടെ പിന്നാലെ ഓടി. ആദ്യം ഒരു നിമിഷം ധരിച്ചു നിന്നു, പിന്നെ ആകാശിൻ്റെ പിന്നാലെ ഓടി. അവർ ഉമ്മറത്തെത്തുമ്പോൾ നിത്യ ഓടിക്കുന്ന കാർ ഗേറ്റ് കടന്ന് അതിവേഗം പുറത്തേക്ക് എത്തിയിരുന്നു. അതിവേഗം അവൾ ഓടിച്ചു പോയി. അത് ആദിയും കണ്ടിരുന്നു. സൂരജും ലക്ഷ്മിയും മാലതിയും വിശ്വനും ഒന്നും മനസ്സിലാവാതെ ആകാശിനെയും ആദിയെയും മാറി മാറി നോക്കി. എന്താ സംഭവം? സൂരജ് ചോദിച്ചു. അച്ഛാ, അവൾക്ക് ഡ്രൈവിംഗ് അറിയോ? ആകാശിന് അതാണ് അറിയേണ്ടത്. നല്ല അസലായി അറിയാം. ഏത് വണ്ടിയും അവൾ നിഷ്പ്രയാസം ഡ്രൈവ് ചെയ്യും, സൂരജ് അഭിമാനത്തോടെ പറഞ്ഞു. ആകാശ് തലയിൽ കൈവച്ചു. ആദി കുറ്റബോധത്തോടെ തല താഴ്ത്തി. പക്ഷേ ഈ സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടാവും. ആകാശിന് അതാണ് പേടി. പേടിക്കേണ്ട മോനെ, അവൾക്ക് ഏത് കാറും ബൈക്കും സ്കൂട്ടിയും കളിപ്പാട്ടം പോലെയാ. അവൾക്ക് വേണ്ടിയാ, അവളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് അവൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയാ ആ കാർ ബുക്ക് ചെയ്തത്, സൂരജ് പറഞ്ഞു. എന്താ സംഭവം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിശ്വൻ ചോദിച്ചു. അവൾ എവിടേക്കാണ് പോയത്? അത് വല്ലതും അറിയോ? മാലതി ചോദിച്ചു. സൂരജിന് വലിയ കൂസലൊന്നുമില്ല. അവൾ ഒന്നുകിൽ വീട്ടിൽ പോയി റൂമിൽ അടച്ചിരിക്കും, അല്ലെങ്കിൽ പുഴയിൽ ചാടി കുറേ നേരം നീന്തും, അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ പോയിരിക്കും. അവൾ ഓക്കെ ആവുമ്പോൾ തിരിച്ചു പോരും. ദേഷ്യവും സങ്കടവും വന്നാൽ അവൾ അതാണ് ചെയ്യാറ്. ആരും പറഞ്ഞാൽ കേൾക്കുകയുമില്ല, ലക്ഷ്മി പറഞ്ഞു. ആദി എല്ലാം കേട്ടുകൊണ്ട് കുറ്റബോധത്തോടെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പോകണ്ട. പോയാൽ അവളുടെ അടിയും ഇടിയും ചവിട്ടും എല്ലാം കൊള്ളേണ്ടി വരും, അവളുടെ ദേഷ്യം തീരുന്നതുവരെ, സൂരജ് പറഞ്ഞു. കാരണം അയാൾക്കത് ശീലമായിരുന്നു. ആകാശിനും അനുഭവമുണ്ട്. അവനും തലകുലുക്കി. ആദി അകത്തേക്ക് പോയി. നിത്യ കട്ടിലിൽ വച്ചിട്ട് പോയ മഞ്ഞ മുണ്ടെടുത്തു കൊടുത്തു. പിന്നെ അലമാരയിൽ നിന്ന് ഒരു മഞ്ഞ ടീഷർട്ടും എടുത്തിട്ടു. നിത്യ കൊടുത്ത മഞ്ഞ ഷാളും കഴുത്തിൽ ചുറ്റിയിട്ടു. കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ട് ആകാശം അവൻ്റെ പിന്നാലെ പോയി. ആദി ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ആകാശ് മുന്നിൽ കയറി. ആദി വണ്ടിയെടുത്തു. ആകാശ് വഴി പറഞ്ഞു കൊടുത്തു. ആദി കാർ പറപ്പിച്ചു വിട്ടു. സൂരജിൻ്റെ വീട്ടിലെത്തിയപ്പോൾ നിത്യ വന്ന കാർ മുറ്റത്ത് കിടക്കുന്നത് കണ്ടു. ആകാശ് ഡോർ തുറന്ന് പുഴക്കരയിലേക്ക് ഓടി. പിന്നാലെ ആദിയും. അവിടെ അവൾ ഇല്ലായിരുന്നു. ആകാശും ആദിയും വീട്ടിൽ കയറി. മുൻവാതിൽ ചാരി വച്ചിട്ടേ ഉള്ളൂ. അവർക്കൊരു പ്രതീക്ഷ തോന്നി. ആകാശ് തങ്ങളുടെ റൂമിലേക്ക് പോയി. അവിടെ അവളില്ല. ആദിയും മറ്റു റൂമുകളിൽ കയറി നോക്കി. അവിടെയൊന്നും അവളില്ലായിരുന്നു.